ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ മാറ്റിയെഴുതുന്നു. ഇനി മുതൽ കുടിയേറ്റ ഉദ്യോഗസ്ഥർ രേഖകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, പറയുന്ന വാക്കുകൾ എന്നിവ പോലും നിരീക്ഷിക്കും. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൻ്റെ പുതിയ മാർഗനിർദ്ദേശം പറയുന്നത് അമേരിക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തണമെന്നാണ്. സോഷ്യൽ മീഡിയയിൽ അമേരിക്കയെയോ യഹൂദ ജനതയെയോ എതിർക്കുന്ന കാഴ്ചപ്പാടുകളുള്ളവർക്ക് ഇനി അമേരിക്കയിൽ അവസരം ലഭിക്കില്ല. അമേരിക്കയിൽ താമസിക്കാനോ ജോലി ചെയ്യാനോ പഠിക്കാനോ അവസരം ലഭിക്കില്ല. അമേരിക്കയുടെ മൂല്യങ്ങളെ വെറുക്കുന്നവർക്ക് ഇവിടുത്തെ ആനുകൂല്യങ്ങളും അനുഭവിക്കേണ്ട എന്ന കടുത്ത നിലപാടിലാണ് രാജ്യമെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ അമേരിക്കൻ വിരുദ്ധത എന്താണ്? അതിന് പക്ഷേ വ്യക്തമായ നിർവചനം നിയമത്തിൽ കാണുന്നില്ല. 1952 കുടിയേറ്റ നാഷണാലിറ്റി നിയമത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായവർ, സർക്കാരിനെ എതിർക്കുന്നവർ, അല്ലെങ്കിൽ അമേരിക്കയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ എന്നിവർക്ക് പൗരത്വം നിഷേധിക്കാമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. യഹൂദ വിരുദ്ധതയെ പിന്തുണയ്ക്കുന്നവരും പട്ടികയിൽ ഉൾപ്പെടുന്നു. പക്ഷേ ഇതിനപ്പുറം എന്താണ് അമേരിക്ക വിരുദ്ധത എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഓൺലൈൻ ഫോറങ്ങളിൽ ചർച്ചകൾ സജീവമായി. എന്താണ് ഈ നിയമത്തിൻ്റെ അർത്ഥം? ഈ നയം ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകുന്നു. ഗ്രീൻ കാർഡിനോ താൽക്കാലിക സംരക്ഷണത്തിനോ, അതായത് ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റാറ്റസിനു വേണ്ടി അപേക്ഷിക്കുന്നവരുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കാം. അതേസമയം അപേക്ഷകരുടെ ധാർമ്മിക മൂല്യങ്ങൾ പരിശോധിക്കണമെന്നും പുതിയ നിയമം ആവശ്യപ്പെടുന്നു. ഇതിനായി അവരുടെ സമൂഹത്തിലെ പങ്കാളിത്തം, കുടുംബത്തെ എങ്ങനെ പരിപാലിക്കുന്നു, വിദ്യാഭ്യാസം, സ്ഥിരമായ ജോലി, നികുതി അടയ്ക്കൽ തുടങ്ങിയവയെല്ലാം നോക്കും. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുടെ വിദേശനയ താൽപ്പര്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ എതിർക്കുന്നവർക്ക് വിസ നിഷേധിക്കുന്നതിൽ കർശന നടപടികൾ സ്വീകരിച്ചു. ഗാസയിലെ യുദ്ധത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും സർവകലാശാലകളെയും യഹൂദ വിരുദ്ധത ആരോപിച്ച് ഭരണകൂടം വിമർശിച്ചു. ഈ വർഷം ഏപ്രിലിൽ നൂറുകണക്കിന് വിദേശ വിദ്യാർത്ഥികളുടെ നിയമപരമായ പദവി റദ്ദാക്കി. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചു. മെയ് മാസത്തിൽ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾ നിർത്തിവെച്ചു. ജൂണിൽ സോഷ്യൽ മീഡിയ പരിശോധന വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തി. ജനുവരി മുതൽ 6000 വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കി. ഇന്ത്യക്കാർ, അതായത് അമേരിക്കയിലെ ഏറ്റവും വലിയ വിദേശ വിദ്യാർത്ഥി വിഭാഗം, ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളാണ്. ഈ പുതിയ നിയമം ദേശീയ സുരക്ഷയും വ്യക്തിപരമായ അഭിപ്രായ പ്രകടനവും തമ്മിലുള്ള അതിര് കുറയ്ക്കുന്നു. വിവേചനത്തിനും മുൻവിധികൾക്കും ഇടം നൽകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് വിസ അപേക്ഷകരുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിൻ്റെ നടുവിലാണ്. നിയമങ്ങൾ കർശനമാകുമ്പോൾ അമേരിക്കയിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ താമസിക്കാനോ ഉള്ള സ്വപ്നം അസ്തമിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്.